നമസ്കാരം. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കടന്നു പോകുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വിശ്വസിക്കാൻ പറ്റുന്ന ചില ശബ്ദങ്ങളുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയ പ്രമുഖരിൽ ഒരാളുണ്ട്. റിപ്പോർട്ടർ ചാനലിലെ ഉണ്ണി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പല വിശകലനങ്ങളും വളരെ കൃത്യമായി കേട്ടൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇത്ര കൃത്യമായി ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി പഠിച്ച് അതിനെ സംബന്ധിച്ച് അനുഭവത്തിന്റെ പരിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലും ഓരോ സംസ്ഥാനങ്ങളിലും അവിടുത്തെ സാമൂഹിക വ്യവസ്ഥ അനുസരിച്ച് ജാതികളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പിന്നോക്ക വിഭാഗം മുന്നോക്ക വിഭാഗം ഇതിനെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായി വിലയിരുത്തിയ വ്യക്തിയാണ് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയേണ്ടി വരികയാണ്. കാര്യം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് അവലോകനങ്ങൾ പലതുമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയ്ക്ക് വകയൊരുക്കിയെന്ന് പറയുന്നുണ്ട്. ഇതേ ചാനലിൽ തന്നെ അരുൺകുമാറും നികേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ പോസിറ്റീവ് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പല കാര്യങ്ങളിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ, അതായത് ഓരോ സംസ്ഥാനങ്ങളുടെ ജാതി വ്യവസ്ഥ അനുസരിച്ച് അവിടെ എങ്ങനെയാണ് വോട്ടുകൾ പോൾ ചെയ്യാൻ സാധ്യത, ഓരോ ജാതികൾക്ക് എങ്ങനെയാണ് സ്വാധീനമുള്ളത് എന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായിട്ട്, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയുടെ കാര്യം, യു പിയുടെ കാര്യം, ബീഹാറിന്റെ കാര്യം, അതിൽ ബീഹാറിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞ ഈ നോർത്തിലെ കാര്യങ്ങൾ, ഡൽഹി ഉൾപ്പെടെയുള്ള പല സ്റ്റേറ്റുകളിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ ഡൽഹിയിലും കൃത്യമായിട്ടില്ലെങ്കിലും രാജ്യത്താകമാനം ഇത്തവണ ND മുന്നണിക്ക് ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടിയെക്കുറിച്ച് വളരെ കൃത്യമായും വളരെ സ്പെസിഫിക് ആയിട്ടും പറഞ്ഞു വെച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയും. കാര്യം നമ്മൾ ഒരു വ്യക്തിയെ വിമർശിക്കുന്ന കൂട്ടത്തിലാണ്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന വ്യക്തിയെ വിമർശിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ചെയ്ത ഒരു പ്രവർത്തനത്തെ, നല്ല കാര്യങ്ങളെ ഒരിക്കലും നല്ല കാര്യമായി തന്നെ പറയേണ്ടതുണ്ട്. കാര്യം നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾ ചെയ്യാത്തൊരു കാര്യമാണ്. ഒരിക്കലും വ്യക്തിയുടെയോ സംഘടനയുടെ പോസിറ്റീവ് വശങ്ങളെ കുറിച്ച് നമ്മളോട് സംസാരിക്കാറില്ല. പക്ഷെ അത് ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. വ്യക്തിയെ വിമർശിക്കുമ്പോഴും വ്യക്തിയുടെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോഴും അവരുടെ ശരികളെ തുറന്നു കാട്ടേണ്ടത് ആ ചെയ്യുന്ന വ്യക്തിയുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് ഉണ്ണി ബാലകൃഷ്ണന്റെ ഒരു പരിണതപ്രജ്ഞനായ മാധ്യമ പ്രവർത്തകനാണ്, ഇന്നത്തെ പ്രമുഖ മാധ്യമങ്ങൾക്കിടയിലെ ഏറ്റവും തലപ്പൊക്കമുള്ള മാധ്യമ പ്രവർത്തകൻ തന്നെയാണ്. ആ ചെയ്യുന്ന ജോലിയോട് ഏറ്റവും കൂടുതൽ നീതി പുലർത്തിയ വ്യക്തിയാണെന്ന് പറയാണ്. എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹത്തോടൊപ്പം ഈ എഡിറ്റേഴ്സ് മീറ്റ് എന്ന പരിപാടിയിൽ ഇരുന്ന അരുൺകുമാറും ഒപ്പം നികേഷ് കുമാറും ചെയ്ത പ്രവർത്തനങ്ങളെ വില കുറച്ച് കാണുന്നില്ല. അവരും കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ തന്റെ 25 വർഷത്തെ നൂറ്റാണ്ടിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഇടയിലെ അനുഭവ പരിജ്ഞാനത്തിലൂടെ കാര്യങ്ങളെ വിലയിരുത്തിയപ്പോൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തമിഴ്നാട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ, സൗത്തിലെ പല സ്റ്റേറ്റുകളിലും പറഞ്ഞ കാര്യങ്ങൾ വളരെ അച്ചട്ടായിരുന്നു. കർണാടകയിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ കാര്യങ്ങൾ, കേരളത്തിലെ സ്ഥിതിവിശേഷങ്ങൾ, മഹാരാഷ്ട്രയിലെ സ്ഥിതിവിശേഷം, യു പിയിലെ സ്ഥിതിവിശേഷങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഇപ്പോഴും വളരെ പ്രസക്തമായ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. കാര്യം അഭിമാനബോധത്തോടെ ഈ കാലഘട്ടത്തിൽ മോദിയുടെ കൊഴിലൂത്തുകാരായി മാധ്യമങ്ങൾ അധപ്പതിക്കുന്ന കാലഘട്ടത്തിൽ തന്റെ നിലപാടുകൾ അത് പക്ഷം ചേരാതെ എന്താണ് സംഭവിക്കാൻ പോകുന്നു എന്ന് വളരെ ധൈര്യപൂർവ്വം വിളിച്ചു പറഞ്ഞു. ഒരു പക്ഷേ അത് തെറ്റുകയാണെങ്കിൽ താൻ നേരിടേണ്ടി വരുന്ന വിമർശനങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന് ഒരു ധാരണ ഉണ്ടാകും. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഒരിക്കലും വെള്ളം ചേർക്കാതെ ധൈര്യപൂർവ്വം ഒരംശം പോലും മറ്റ് സ്വാധീനങ്ങളോ അല്ലെങ്കിൽ താല്പര്യങ്ങളോ മുൻനിർത്താതെ പറഞ്ഞ കാര്യങ്ങൾ അത് എപ്പോഴാണ് ശരിയാകുന്നത്, ആ സന്ദർഭത്തിലാണ് അംഗീകരിക്കപ്പെടുന്നത്. അതൊരു റിസ്ക് ഫാക്ടറാണ്. ആ റിസ്ക് എടുക്കാനായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വ്യക്തികളും തയ്യാറാകില്ല. ആ കാര്യത്തിൽ നികേഷ് കുമാർ ഒരു പരിധിവരെ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അരുൺകുമാറിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഒരു നിഷ്പക്ഷത കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കുന്ന കൂട്ടത്തിലാണ്. അങ്ങനെ തുറന്നടിച്ച് സ്ട്രോങ് ആയിട്ടൊരു കാര്യം പറയാൻ അദ്ദേഹം പലപ്പോഴും തന്റെ ഇമേജിനെ അത് ബാധിക്കുമോ എന്ന് ഭയപ്പാടോടുകൂടി ചില ഇടങ്ങളിലൊക്കെ അദ്ദേഹം മറുപടി പറയുന്നുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട്. എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾ പരിപൂർണമായി തള്ളിക്കളയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉണ്ണി ബാലകൃഷ്ണൻ സ്വീകരിച്ചൊരു നിലപാട് അല്ലെങ്കിൽ പറഞ്ഞു വെച്ച കാര്യങ്ങൾ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നേരിടുന്ന വെല്ലുവിളികളുണ്ട്. ഏത് പക്ഷത്തെ പറഞ്ഞാലും ഒരു പക്ഷേ അതിന് വിമർശനത്തിന് സാഹചര്യം ഒരുങ്ങും. അത് ഇടതുപക്ഷത്തെ വിമർശിച്ചാലോ കോൺഗ്രസിനെ വിമർശിച്ചാലോ സംഘപരിവാറിനെ വിമർശിച്ചാലോ അതിൽ ഏതെങ്കിലും ഒരു പക്ഷത്തിന് ഒപ്പം നിന്നില്ലെങ്കിൽ മറുപക്ഷം തിരിച്ചാക്രമിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. പക്ഷേ ഇത് എല്ലാവരുടെയും വായടപ്പിച്ചൊരു അവസ്ഥയാണ്. കാര്യം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായപ്പോൾ സംഘപരിവാറിന് വിമർശിക്കാൻ കഴിയുന്നില്ല. എന്നാൽ അത് കേട്ടിരുന്ന ഒരു ഇടതുപക്ഷത്തിന്റെ മനോഭാവമുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വലിയ പ്രതീക്ഷയാണ് നൽകിയത്. കാര്യം ഈ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ മാധ്യമങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കിട്ടുന്നത് ഭരണകർത്താക്കളുടെ പോസിറ്റീവ് വാർത്തകളാണ്, അവർക്ക് ആനുകൂല്യമായിട്ടുള്ള വാർത്തകൾ, അതല്ലെങ്കിൽ മറുകണ്ഠം ചാടുന്ന വാർത്തകൾ. ഇതിനപ്പുറത്തേക്ക് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു പൗരൻ അറിയണമെന്നുണ്ടെങ്കിൽ
എത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാലും അതെല്ലാം നിയന്ത്രിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ വസ്തുതകളെ കുറിച്ച് അറിയാൻ പരിമിതി ഉണ്ടാകുന്നുണ്ട്. ആ പരിമിതികൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് ഇരുന്ന സ്പേസിൽ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയോട് 100% നീതി പുലർത്തി ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഈ രാജ്യത്ത് ഏത് തരത്തിലുള്ള ഭരണ സംവിധാനം ഉണ്ടാകണമെന്നുള്ള പ്രത്യാശകൾ പങ്കുവച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ എന്ത് സംഭവിക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ അതെല്ലാം പറഞ്ഞു വെച്ചപ്പോൾ അത് ഒരു വലിയ പ്രതീക്ഷ നൽകി. കാര്യം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എന്ത് സംഭവിക്കും, അബ് തോ 400 ബാർ എന്ന ഒരു വലിയ പ്രചരണത്തിന് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം പിന്നാക്കം പോകുമ്പോൾ അത് സംഭവിക്കില്ലെന്ന് വളരെ ശക്തമായി പറയുകയും അത് എങ്ങനെയാണെന്ന് ഡേറ്റ സഹിതവും കണക്ക് സഹിതവും പറഞ്ഞു വെക്കുമ്പോൾ അത് പിന്നീട് യാഥാർത്ഥ്യമാകുമ്പോൾ ആ വ്യക്തിയോട് ഒരു ബഹുമാനം സ്വാഭാവികമായി തോന്നുകയാണ്. ഈ ഇന്നലകളിൽ പരിഹസിച്ചിട്ടുണ്ടെങ്കിലും ഇന്നലകളിൽ വിമർശിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിലെ മാധ്യമ പ്രവർത്തകനെ വളരെ ആദരപൂർവ്വം കാണുകയാണ്. കാര്യം അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങളും ആ പറയുന്ന ആധികാരികതയും ഒരിക്കലും വെള്ളം ചേർക്കലല്ല, അഭിനയമല്ല, സ്വന്തം മനസാക്ഷിയും മനുഷ്യത്വവും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു രാജ്യത്ത് എന്തൊക്കെ നടക്കണം, എന്തൊക്കെ നടക്കാൻ പാടില്ല, എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് തന്റെ ജോലി ചെയ്ത കാലഘട്ടത്തിൽ പറഞ്ഞു വെച്ച പ്രവൃത്തിയായിരിക്കും കാലം അടയാളപ്പെടുത്തുക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ കാര്യം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കരിയറിൽ എല്ലാ കാലത്തും 2024 ആ തെരഞ്ഞെടുപ്പ് അടയാളപ്പെടുത്തുമ്പോൾ ഏത് മാധ്യമ പ്രവർത്തകനാണ് അതിൽ യഥാർത്ഥ കാര്യങ്ങളും വസ്തുതകളെ കുറിച്ച് പറഞ്ഞു എന്നതിനെ സംബന്ധിച്ചൊരു ഇഴകീറി പരിശോധനകൾ വരും കാലഘട്ടത്തിലെ മാധ്യമ വിദ്യാർത്ഥികൾ നടത്തുകയാണെങ്കിൽ ഉണ്ണി ബാലകൃഷ്ണൻ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ എല്ലാ കാലത്തും അവർക്കൊരു പഠനത്തിന് വേണ്ടി ഉപകാരപ്പെടുന്ന കാര്യമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ നിലയ്ക്ക് രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഭരണഘടനയ്ക്ക് വേണ്ടി എല്ലാം ശബ്ദമുയർത്തിയ ശക്തമായി ഈ രാജ്യത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നു, സംഘടിതമായ പ്രചരണങ്ങൾക്കപ്പുറം ഒറ്റപ്പെട്ട ശബ്ദമായിരുന്നെങ്കിൽ പോലും ആ ശബ്ദത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന കാര്യങ്ങൾ കൃത്യമാണെന്ന് ബോധ്യപ്പെടുമ്പോൾ അയാളുടെ ഉള്ളിലെ മാധ്യമ പ്രവർത്തകൻ തന്നെയാണ് അംഗീകരിക്കപ്പെടുന്നത്. ആ വ്യക്തിയോട് കൂടുതൽ ആദരവുണ്ടാകുന്നുണ്ട്. പറയുന്ന കാര്യങ്ങളിൽ സ്വന്തം രാഷ്ട്രീയം കലർത്താതെ ഈ രാജ്യത്ത് എന്താണ് സംഭവിക്കേണ്ടതെന്നും അത് സംഭവിച്ചില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങളെ കുറിച്ചെല്ലാം മുഖ്യധാരാ മാധ്യമത്തിലെ ഒരു ധ്രുവറാട്ടിയുടെ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചപ്പോൾ അത് ഫലം വന്നതിന് ശേഷം അന്ന് BJP-ക്കാരെല്ലാം നോട്ടമിട്ട് വെച്ചിരുന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്നിപ്പോൾ പലരെയും നിശബ്ദമാക്കുന്നുണ്ട്. കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു പറയുന്ന വ്യക്തിയാണെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ട്. അത്തരം ശബ്ദങ്ങളാണ് മാധ്യമങ്ങൾക്ക് ആവശ്യം. അങ്ങനെ വളരെ ധൈര്യപൂർവ്വം ഇന്നത്തെ കാലഘട്ടത്തിൽ മാധ്യമ മേഖലയിൽ നിന്ന് ഇങ്ങനെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. ഇത്തരം ശബ്ദങ്ങൾ കൂടുതൽ കൂടുതൽ ഉയർന്നു വരേണ്ടതുണ്ട്. സത്യങ്ങൾ വിളിച്ചു പറയാൻ ഭയപ്പാടില്ലാതെ മാധ്യമ മേഖലയിൽ ഈ തൊഴിലിന് വേണ്ടി എന്ത് തോന്നിവാസവും വിടുപണി പോലെ ചെയ്യുന്നതിനപ്പുറം പറയേണ്ട കാര്യങ്ങൾ ഇരിക്കുന്ന സീറ്റിലിരുന്ന് ഉറച്ചു വിളിച്ചു പറയുന്നതാണ് മാധ്യമധർമ്മം എന്നുള്ള ആ ശരിയായ പക്ഷത്ത് നിൽക്കുന്ന അദ്ദേഹത്തെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാകില്ലെന്ന് ഈ സന്ദർഭത്തിൽ പറയേണ്ടി വരികയാണ്.